മുത്തശ്ശൻ നെവിൻ്റെ അമ്മയെ പറഞ്ഞ് തിരുത്താൻ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം അങ്ങനെയാണ്. ഇപ്പോഴത്തെ കാലമാണ്. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം ചിന്തിക്കും. അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കട്ടെ. നമ്മൾ മുതിർന്നവർ അത് ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ആ സമയം നെവിൻ്റെ അമ്മ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ വീട്ടിലിരിക്കണം. എനിക്കങ്ങനെ തൻ്റേടികളായ പെൺകുട്ടികൾ ഇഷ്ടമില്ല എന്ന് പറയുകയാണ് നെവിൻ്റെ അമ്മ. അങ്ങനെ ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടും ശരിയാവാത്ത കാര്യമാണ്. നിന്റെ ചിന്താഗതി മാറ്റണമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, അങ്ങനെയൊന്നും മാറാൻ എനിക്ക് കഴിയില്ല, ആ രീതിയിൽ തന്നെ ഞാൻ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് നെവിൻ്റെ അമ്മ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന 2 മരുമക്കളിൽ നവ്യ മാത്രമേ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഗോവിന്ദന് 2 മക്കളും മിടുക്കികളാണ്, നവ്യ മാത്രമേ അങ്ങനെയുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. ആ നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? ആണുങ്ങളെ മേൽ കൈവയ്ക്കുന്നവളാണ് അവൾ. നല്ല തൻ്റേടിയെ അവളെക്കുറിച്ച് എങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ പറയുകയാണ് പത്മ. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ പരിഗണിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇറങ്ങുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പോകാൻ നേരം നെവിനോട് ഇക്കാര്യം പറയുകയാണ്. നെവിന് വലിയ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്, എനിക്ക് അതേ അവസ്ഥയാണ്. എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ അവളുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതിന് 2ാം കെട്ടുകാരനായത് കൊണ്ടായിരിക്കും അവളുടെ വീട്ടുകാർ സമ്മതിക്കാത്തത് എന്ന് പറയുകയാണ് നെവിൻ. അതൊന്നും അവർക്കൊരു പ്രശ്നമില്ല, വേറെ എന്തൊക്കെയോ കാരണങ്ങളാണ്. എന്തായാലും മോൻ്റെ മനസ്സിൽ അമ്മയുടെ സ്വപ്നങ്ങൾക്ക് എതിരായൊരു പെൺകുട്ടിയാണ് ഉള്ളതെങ്കിൽ അത് മറക്കാൻ പറയുകയാണ് മുത്തശ്ശൻ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള, ഈ വീട്ടുകാർക്ക് കൂടി ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നല്ല സമാധാനമാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടാകില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അനിയോട് ഞാൻ ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. വീട്ടുകാർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും മക്കളെക്കുറിച്ച്, അത് നിങ്ങൾ ഒരിക്കലും തകർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോവുകയാണ്. അങ്ങനെ നെവിൻ അകത്ത് ചെന്ന് അമ്മയോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന്. ആ സമയം നെവിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിൻ്റെ ഭാര്യയും മക്കളും എൻ്റെ അടുത്ത് നിൽക്കണം, അല്ലാതെ വീട് മാറി പോകാൻ പറ്റില്ല. പോലീസുകാരും വക്കീൽമാരും ഒക്കെ ആയാൽ ഒരു പക്ഷേ ഇതൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് നെവിൻ്റെ അമ്മ. ഉദാഹരണമായിട്ട് അന്ന് നന്ദു തന്നെ കണ്ടില്ലേ, ഒരു വല്ല അടക്കവും ഒതുക്കവും ഉണ്ടോ? ആൺകുട്ടികളുടെ മേൽ കൈവയ്ക്കലല്ലേ അവളുടെ പരിപാടി. അങ്ങനെയുള്ള പെൺകുട്ടികളെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ നെവിൻ്റെ അമ്മ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശനും പറയുന്നുണ്ട്, മോൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ആരും എതിരെ നിൽക്കുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാം, പക്ഷേ ആ പെൺകുട്ടി ഈ വീടിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവളായിരിക്കണം. അമ്മ പറയുന്നത് പോലെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ ഈ ജന്മം ഞാനൊരു വിവാഹം കഴിക്കില്ല എന്ന് നെവിനും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജലജയെയാണ്. അങ്ങനെ അബിയെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ദിവസമാണ്. അബിയെ കൂട്ടാൻ വേണ്ടി ജലജ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അബിയോട് ജലജ പറയുകയാണ്, നിൻ്റെ ഭാര്യ നവ്യയെ മുൻനിർത്തിയാണ് ഞാൻ അവിടെ കളിക്കുന്നത്. ആ നവ്യ ഒരു ബോംബാണ്, അവളുടെ ചേച്ചിമാരുടെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ല. അതുകൊണ്ട് നീ ഇനി മുതൽ അവളെ മുൻനിർത്തി വേണം കളിക്കാൻ. അത് കേൾക്കുമ്പോൾ അബി പറയുന്നുണ്ട്, അമ്മ എന്തായാലും നവ്യയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തിളപ്പിക്കണം. എനിക്കെന്തായാലും അവളെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, നീ എന്താ പേടിക്കുന്നത്? നീ എന്തോ പേടിക്കുന്നത് പോലെ. എന്താ പ്രശ്നം അബി എന്ന് ചോദിക്കുകയാണ് ജലജ. എനിക്ക് ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ, അതുകൂടി ഇനി പോകേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ് അബി. എന്തായാലും നവ്യയെ മുൻനിർത്തി അവർക്ക് തിരിച്ചടി കൊടുക്കണം. എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ ഇപ്പോൾ അവളെ കൂട്ടുപിടിച്ചാലേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അമ്മ എന്താ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? അമ്മയ്ക്ക് മറ്റൊരു മകൾ അയർലൻഡിലില്ലേ? അവൾ വന്നിട്ട് അവളുടെ വിവാഹം ഗംഭീരമായി നടക്കേണ്ടതല്ലേ? അതിന് ഇവിടെയുള്ളവരെയെല്ലാം സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ പിണക്കാതെ നവ്യയെ വെച്ച് തന്നെ കളിക്കണം എന്ന് പറയുകയാണ് അബി. അങ്ങനെ അബിയും ജലജയും വീട്ടിലെത്തുന്നുണ്ട്. അബി പുറത്തു നിന്ന് കാണുന്ന നവ്യയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ അബിയെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഓടി വരികയാണ് നവ്യ. അങ്ങനെ ജലജ അബിയോട് പറയുന്നുണ്ട്, നിനക്കിവിടെ വലിയ സ്വീകരണമൊന്നും ലഭിക്കില്ല, ആ കാര്യം നീ എന്തായാലും മനസ്സിലാക്കണം. ഞാൻ ജയിൽ പുള്ളിയില്ലേ, അതുകൊണ്ട് ഇവിടെയുള്ളവർ എന്നെ സ്വീകരിക്കുമോ എന്ന് അബി പറയുമ്പോൾ, എന്തായാലും നിന്നെ സ്നേഹിക്കുന്ന ഒരുത്തി അവിടെ അകത്തുണ്ട്, അവളെ വെച്ച് വേണം നമുക്ക് ഇനി കളിക്കാൻ ജലജ പറയുന്നുണ്ട്. അങ്ങനെ ജലജയും അബി അകത്തേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശനും ദേവ്യാനിയെല്ലാം അവിടെയുണ്ട്. അബിയെ കണ്ട പാടത്തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അബി ജയിലിലെ ജീവിതമൊക്കെ? എൻ്റെ മകൻ ജയിലിലെ ക്രിമിനൽസിൻ്റെ ഇടയിൽ കിടന്ന് ആകെ ക്ഷീണിച്ചാണ് വരുന്നത്. മാനസികമായി ശാരീരികമായി എൻ്റെ മകന് തീരെ സുഖമില്ല, അതുകൊണ്ട് നിങ്ങൾ കൂടി അവനെ തളർത്തരുത് എന്ന് പറയുകയാണ്. ആ സമയം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ജ്വല്ലറിയിലെ സ്വർണം കടത്താൻ എന്താവശ്യമാണ് ഇവനുണ്ടായത്? അവന് കള്ളക്കടത്ത് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അവനൊരു കുറവും ഇവിടെ ഇല്ലായിരുന്നു, ഒരിക്കലും അവൻ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുകയാണ്.
ആ സമയം ദേവ്യാനി പറയുന്നുണ്ട് അവൻ ഇതുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് അവൻ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തത്? എൻ്റെ പഴയ സ്വഭാവം വെച്ച് ഇതുപോലുള്ള പ്രവർത്തികൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. നിനക്ക് ഭാര്യയും കുഞ്ഞും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാത്തത് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി ഇപ്പോൾ തന്നെ ചെയ്തോ, കൂടെ ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്, അതിനൊരു സംശയവും വേണ്ട എന്ന് നവ്യ പറയുകയാണ്. ഇതിനേക്കാൾ തെറ്റ് ചെയ്ത ഒരാൾ ഇവിടെയുണ്ടല്ലോ, അയാളെ ആരും ഒന്നും പറയുന്നില്ല, അയാൾ ഇവിടുത്തെ സ്വന്തം ചോറിയായത് കൊണ്ടല്ലേ, എൻ്റെ അഭി അങ്ങനെയല്ലാത്തത് കൊണ്ടാണ് അവനെ ഇങ്ങനെയല്ല എല്ലാവരും പറയുന്നത് എന്ന് പറയുകയാണ് നവ്യ. ആ സമയം ദേവ്യാനി സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നുമല്ല, ആദർശ് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവനെ ആരും അങ്ങനെ പറയാത്തത്, പക്ഷെ അഭിയുടെ കാര്യം അങ്ങനെയല്ല, അവൻ തെറ്റ് ചെയ്തവനാണ് എന്ന് പറയുന്നുണ്ട് ദേവ്യാനി. നിങ്ങൾ നിങ്ങളുടെ മകനായത് കൊണ്ടല്ലേ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, നിങ്ങൾ എന്നോട് കാണിക്കുന്ന വിവേചനമെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊക്കെ നവ്യ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കരുതെന്ന്. ആ സമയം ജലജ പറയുന്നുണ്ട്, അവൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? അവൾ പറഞ്ഞത് ശരിയല്ലേ, എന്നെയും എൻ്റെ മകനെയും പുറംപോക്കുകളെ പോലെയാണ് ഇവിടെ കാണുന്നത് എന്നൊക്കെ ജലജ പറയുമ്പോൾ ദേഷ്യം സഹിക്കാനാകാത്ത മുത്തശ്ശി ജലജയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എടി, നിന്നെ നിൻ്റെ മകനെയും കണ്ടത് അങ്ങനെയാണോ? ഇവിടെ 3 ആൺകുട്ടികളുടെ താഴെ എൻ്റെ സ്വന്തം പെൺകുട്ടിയായിട്ടാണ് നിന്നെ ഇവിടെ വളർത്തിയത്, പക്ഷെ നിൻ്റെ പ്രവൃത്തി അങ്ങനെയായിരുന്നോ? തല തിരിഞ്ഞ നീ നിൻ്റെ മകനെയും തല തിരുത്തി വളർത്തി. ആ സമയം അഭി പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ പോയതാണ്, ഒരുപാട് ക്രിമിനൽസിൻ്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത്, അതുകൊണ്ട് ആ സംഭവം എന്നെ എടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അഭി പോകാൻ നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ക്രിമിനലായിട്ടല്ലേ ജയിലിലേക്ക് പോയത്, പിന്നെ പ്രത്യേകിച്ച് ക്രിമിനൽസിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മുകളിലേക്ക് വരുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, അഭി നിനക്ക് ജാമ്യം കിട്ടിയോ എന്ന്. അത് കേൾക്കുന്ന നവ്യ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, അതേ കിട്ടി, അത് മുടക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന്. അഭി തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവൻ ജയിലിലായത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് ആദർശ് പറയുന്ന സമയത്ത്, നിങ്ങൾ ഇവിടുത്തെ സ്വന്തം ചോരയല്ലേ, നിങ്ങൾക്ക് ഇവിടെ എന്തുമാകാം, അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെയുള്ളവർ ഒന്നും പറയാത്തത്, ഇതുപോലെ പറയാനുള്ള അവസരം ഇനി നിങ്ങൾക്കുണ്ടാകില്ല, നിങ്ങൾക്കുള്ള പണി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അഭി മുകളിലോട്ട് പോവുകയാണ്.